ആ ഇതെന്താണ് ആകെ വേർത്ത് മൊത്തം അഴുക്കാനുള്ള എന്താണ്? കൂട്ടുകാരൻ ഷിജുവിനെ അറിയില്ലേ? അറിയാം അറിയാം. ഷിജു അവിടുത്തെ താമസം മാറണേ. ശരിക്കും പറഞ്ഞെങ്കില് സങ്കടം വരും ഈ വാടകയ്ക്ക് താമസിക്കുമ്പോഴേ. കാരണം നമ്മളിതുപോലെ 2-3 വർഷം വാടകയ്ക്ക് താമസിച്ചാണല്ലോ. സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോ ആ ഒരു അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ സങ്കടം വരും. അപ്പൊ ആരുമില്ല, ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ആരുമില്ല. പിന്നെ ഞാൻ ചെന്ന് കുറച്ചു നേരം ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അതാണ് മൊത്തം വേർത്തേക്കണത്. ആലോചിച്ച് നോക്കിയേ, നമ്മളിതുപോലെ ഒത്തിരി വർഷം വാടകയ്ക്ക് താമസിച്ചല്ലേ. അത് ഓർക്കാൻ പോലും വയ്യ, എന്തോ ഒരു കഷ്ടപ്പാട് നിറഞ്ഞൊരു സമയം വരുന്നത്. പിന്നെ ആ കാലമൊക്കെ മറക്കാൻ പറ്റുമോ? നമ്മളെന്തോരം കഷ്ടപ്പെട്ട. ഇപ്പം കഷ്ടപ്പാടില്ലാന്നല്ല, പക്ഷെ ആ സമയത്തുള്ള ഒരു കഷ്ടപ്പാട്, പിള്ളേരും ചെറുത്, എന്താ പറയാ, ഇഴഞ്ഞടക്കണ പോലും പ്രായമായിട്ടില്ല. നമ്മൾ സായമോളെയും കൊണ്ട് ആദ്യം വാടകയ്ക്ക് താമസിക്കാൻ പോകുമ്പോൾ സായമൊക്കെ എന്തോരം പ്രായമുണ്ട്, 3 മാസമുള്ളൂ കൊച്ചിന്. സോണിച്ചിന് ഇതുപോലെ തന്നെ പണി കുറവ്, മഴ സമയത്ത് പണിയില്ല, അസുഖങ്ങള്. എന്റെ പൊന്നെ, ആദ്യം നമ്മൾ പോയത് എത്ര രൂപ വാടക ഓർമ്മയുണ്ടാ? 3500 രൂപ വാടകയ്ക്കാണ് നമ്മൾ പോയത്. അവിടെ നിന്ന് പിന്നെ എത്ര കൊല്ലം നമ്മൾ വാടകയ്ക്ക് താമസിച്ചു. ഓരോ മാസം വാടകയുടെ ഡേറ്റ് ആകുമ്പോൾ നെഞ്ചിൽ പിടപ്പാണ്. കാരണം കൊച്ചിന്റെ പാല്, കുറുക്ക് സാധനങ്ങൾ അത് മേടിക്കണം, അവളുടെ ആശുപത്രി കേസ്, വീട്ടിലെ ചെലവ്, കറണ്ട് ബില്ല്, ബാക്കി കാര്യങ്ങളെല്ലാം ഒപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കും വാടക കാശിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. 1 രൂപ കുറഞ്ഞ വാടകക്കാരെ സമ്മതിക്കും, ഓണർ സമ്മതിക്കും. എന്തോരം ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ചില നേരങ്ങളിൽ ചങ്ക് പൊട്ടിയിട്ടുണ്ട്. നമ്മളെ മക്കള് കഴിക്കേണ്ട പൈസയാണല്ലോ ഈ വാടക കൊടുക്കണേന്ന് ഓർത്തിട്ട്. സത്യത്തിൽ ഇപ്പോഴും എൻ്റെ കുറേ കൂട്ടുകാരൊക്കെ വാടകയ്ക്കാണ്. ചില നേരം അവരായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇപ്പോഴും വാടകയ്ക്ക് കിടക്കണ ബുദ്ധിമുട്ടുകൾ അവർ പറയുമ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് വാടകയ്ക്ക് താമസിക്കുന്നവരെ കാണുമ്പോൾ ഭയങ്കര സങ്കടവും. കാരണം നമ്മൾ ആ വഴിയിലൂടെ കടന്നു പോയതുകൊണ്ട് നമുക്കറിയാമല്ലോ ആ വാടകയുടെ ബുദ്ധിമുട്ട്. അന്ന് 3500 വാടകയായിരുന്നു, ഇന്നത് 10, 12, 15 ഒക്കെയാണ്. ഇന്നിപ്പോ 5000 കുറഞ്ഞ വീടുകൾ കിട്ടാനില്ല. 5000 എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളേരിയാണ് 5000. അത് ചിലപ്പോൾ ഒട്ടും സൗകര്യം ഉണ്ടാവില്ല, ചോർന്നൊലിക്കുന്ന ഓട് വീടൊക്കെ ആയിരിക്കും. 10, 12 രൂപ എന്നൊക്കെ പറഞ്ഞ ഒരു മാസം ഒരു സാധാരണക്കാരൻ എങ്ങനെ കൊടുക്കും? നമ്മൾ സാധാരണ ഒരു ജോലിക്ക് പോയാൽ കിട്ടുന്നത്, സാധാരണ ഒരു ഷോപ്പിൽ നിൽക്കാൻ പോയാൽ കിട്ടുന്നത് തന്നെ 10 രൂപയാണ്. അതും അത്യാവശ്യം സിറ്റിയിൽ. നമ്മുടെ ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ 7 രൂപ 8 രൂപക്കുള്ളിൽ ഇല്ല പൈസ. ബാക്കി പൈസ കൂടെ ഒപ്പിച്ച് നമ്മൾ ഒരു മാസം കഷ്ടപ്പെടുന്ന പൈസ വാടക കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തോരം വിഷമം ഉണ്ടാവും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ വാടകയ്ക്ക് കിടക്കാനുള്ള ഒരു അവസ്ഥ ആർക്കും വരുത്തല്ലേ ദൈവം, എല്ലാവർക്കും ഒരു വീട് കൊടുക്കണേന്ന്. വീടിന്റെ ഒരു വില എന്ന് പറയുന്നത് വീടില്ലാത്തവനറിയുള്ളൂ. അത് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അത് ഒന്ന് കിട്ടാതാവുമ്പോൾ അല്ലെങ്കിൽ അത് ഇല്ലാണ്ടാവുമ്പോഴേ നമുക്ക് അതിന്റെ വില അറിയുള്ളൂ. നമ്മൾ ഇത്ര നാൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് നമുക്കറിയാം ഒരു വീടിന്റെ വില എന്താന്നുള്ളത്. അതുപോലെ വാടക കിടക്കുന്ന ഓരോരുത്തരുടെ ആഗ്രഹം ഒരുക്കുള്ളൂ, എന്തെങ്കിലും സ്വന്തമായ ഒരു കിടപ്പാടുണ്ടാവണം, അതിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കുഞ്ഞുമക്കളെയും കൂടി കിടക്കണമെന്നൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ആ ആഗ്രഹം എല്ലാവർക്കും നിറവേറ്റി കൊടുക്കണേ ദൈവമേ എന്നാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത്. എന്റെ പ്രാർത്ഥനയിൽ ആദ്യത്തെ പ്രാർത്ഥന അതാണ്. ഒരുപാട് വിഷമമുണ്ട് വീടില്ലാതെ ഒത്തിരി പേര് കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ. സോണിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ടെങ്കിൽ പട്ടിണിയാണെങ്കിലും അതിന്റെ അകത്ത് ചുരുണ്ടോട് കിടന്ന് ആരും ഇറങ്ങിപ്പോന്ന് പറയില്ല. പക്ഷേ വാടക ഡേറ്റ് ഒരു ദിവസം തെറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് കുഞ്ഞുമക്കളെയും കൊണ്ട് ഈ സാധനങ്ങളും വലിച്ചു കെട്ടി എങ്ങാട് പോകും. അത് മാത്രം ഈ കൊല്ലം കെട്ടിപ്പിറക്കി നടക്കല്. ഒരു വീട്ടിൽ ചെന്ന് അത് അറേഞ്ച് ചെയ്ത് വെച്ച് ഇതാന്ന് പറയുമ്പോൾ പിന്നെ അടുത്ത വീട് മാറാറാവും. ഭയങ്കര സങ്കടം പിടിച്ചൊരു കാര്യമാണത്. എനിക്ക് ഭയങ്കര വിഷമമാണത് കേൾക്കുമ്പോഴത്തേക്കും. ഞാൻ പറയണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു EMI പോലെയൊക്കെ ഈ ഗവൺമെന്റ് ഒക്കെ ആണെങ്കിൽ ഒരു മുൻകൈ എടുത്തിട്ടൊക്കെ എന്തെങ്കിലും ഒരു സംഭവം ഈ വാടകയ്ക്ക് കിടക്കുന്ന ആൾക്കാർക്ക് ഒരു വീട് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ നല്ലതായിരിക്കും. മാസം വാടക കൊടുക്കുന്ന പോലെ ഒരു തുക കൊടുത്ത് ഇത്ര വർഷത്തിനുള്ളിലെങ്കിൽ ആ വീട് സ്വന്തമാവുന്ന രീതിയിൽ ഒരു സ്കീമൊക്കെ കൊണ്ടുവന്നാൽ നല്ലൊരു കാര്യമാണത് സാധാരണക്കാർക്ക്. ഈ ബാങ്ക് ലോണൊക്കെ എടുത്ത് വീട് വെച്ച് കഴിഞ്ഞാൽ ഏത് കാലത്ത് അത് അടച്ചു തീർക്കാനും, ഒരു മാസം അടച്ചില്ലെങ്കിൽ ഇരട്ടി പലിശ, ലാസ്റ്റ് അത് ബാങ്കുകാർ തന്നെ ആ പ്രോപ്പർട്ടി കൊണ്ടുപോകും. അതിലെത്രയോ നല്ലതാണ് ഇതുപോലെയൊക്കെ മുൻകൈ എടുത്ത് ഒരു പ്രോപ്പർട്ടി ഗവൺമെന്റ് ഒക്കെ ഇതുപോലെ വാടക കിടക്കുന്ന പാവപ്പെട്ടവർക്ക് കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. ദൈവമേ എല്ലാ വാടക കിടക്കുന്ന മക്കൾക്കും, ഒരു തുണ്ട് ഭൂമി ഇല്ലാതെ ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും ഒരു വീട് കൊടുക്കണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ് എനിക്കുള്ളൂ.